So this time, it's a retro peppy number from the movie Madanolsavam, acted by Padma Shri Kamal Haasan and Zarina Wahab, rendering here on stage Megha and Akash Ravindran. Ladies and gentlemen, please welcome both of them together on the stage. പാലപ്പും കഞ്ഞയ്ക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ പൂച്ചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ വെളിപ്പെട്ടു വേണ്ടേ തളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മലർത്താലി വേണ്ടേ കണി പൂച്ചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ വെളിപ്പെട്ടു വേണ്ടേ തളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മലർത്താലി വേണ്ടേ കൺമണി പാടു പാടു നീ ചിങ്ങക്കാറ്റേ നീ വാ നിവാ നിവാ മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പും കഞ്ഞയ്ക്ക് പളുങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാറ്റേവാ നിവാ നിവാ
next on stage, we invite Mr. Biju Chako, who will be performing a song from Idanariyil Oru Kalocha. വാതിൽ പഴുതിലുടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോലെ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമക്കാലൊച്ച കേട്ടു മധുരമക്കാലൊച്ച കേട്ടു വാതിൽ പഴുതിലുടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോലെ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു. ഹൃദയത്തിൻ തന്തിയിലാരോ വിരൽ തൊടും മൃദുലമം നിസ്വനം പോലെ ഇലകളിൽ ജലകണം ഇറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം കളിച്ച പോലെ കരണവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരി തരിച്ചു പോയി അറിയാതെ കോരി തരിച്ചു പോയി വാതിൽ പഴുതിലുടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോലെ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു. ഹിമബിന്ദുമുഖപടം ചാർത്തിയ പൂവിനെ മധുകരൻ മുഖരാതെയുഴറും പോലെ അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു മറ്റൊരു സന്ധ്യയായി നീ വന്നു വാതിൽ പഴുതിലുടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകെ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു. Megha Jacob one more time on stage to present you with a foot tapping number. Please welcome Megha Jacob. So before I start singing, where are all of Karthik Mash's students? You guys all dispersed everywhere. Is there anybody who was born and raised in another country other than US? Yes? No? And another country from US. Where? Call it out. Dubai? Okay. So we have some Arab countries, some India. Okay, no, I don't need. Thank you, Uncle.
So I was born and raised in Oman, Muscat. I was there for the first 8 years of my life, and so the first music that I saw and that I heard was Arabic music. So I thought I'd give you a little Arabic music today. Would you guys like that? Yeah, okay. Hope you enjoy this. مستنى في الأخلان انتاني لاديني هاين عليه الساهل أياني وعمر الجاهل من قلبي بستنى ده حبيبي ورانا عيني وأنا بتعلق بديه اللي ما بنساه ويجيني وعيش وياه من غيره يا ولويني ولي ولي مش موتنا عليه مش هرتاح غير لانك ما حيجيني وانا بتعلق بديه اللي ما بنساه ويجيني وعيش وياه من غيره يا ولويني ولي ولي مش موتنا عليه لما قال لي سألني عليه ولا جاري بأكتر فيه ويا شوقي يا كلي. Come on everybody. انا بتعلق بديه اللي ما بنساه ويجيني وعيش وياه لما قال لي سألني عليه وليالي بفكر فيه ويا شوقي كليني عايشة لليالي وعيوني ولا وتماه مستنى في الأخلان انتاني لاديني هاين عليه الساعة أياني وعمر الجاهل من اللي بستناه ده حبيبي ورانا عيني. Next item, that has been the masterpiece, the most awaited segment. We have been in backstage discussing when this will be on stage. And that is... There is a Nadan Paattu which will be performed by... Before that, let me just say one more thing. ഇത്രയും നേരം നമ്മൾ പിള്ളേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയും ഇപ്പോൾ we're going to see our parents' പ്രയത്നം also. So, let's welcome all the parents who are behind this Nadan Paattu, all the singers in the Nadan Paattu to the stage. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇതുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇതുവരെ വന്നില്ലാരും കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇതുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇതുവരെ വന്നില്ലാരും എന്റെ ഏങ്ങാതിറവില്ലേലും എന്താമര കണ്ണില്ലേലും മുല്ലമൊട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും എന്റെ ഏങ്ങാതിറവില്ലേലും
ചെന്താമര കണ്ണില്ലേലും മുല്ലമട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം പൂരയാണേ മേഞ്ഞതില്ല ഉരയിടവും ബോധിച്ചില്ല എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം പൂരയാണേ മേഞ്ഞതില്ല ഉരയിടവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണ്ട പണവും വേണ്ട ദൂരെ നിന്നും ആളൊരുത്തൻ നിന്നെ കേട്ടാൻ വരുന്നില്ലേ നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണ്ട പണവും വേണ്ട ദൂരെ നിന്നും ആളൊരുത്തൻ നിന്നെ കേട്ടാൻ വരുന്നില്ലേ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും This song is going to be sung by Ravi Uncle. It's none other than N. Mandahasam. Please welcome. മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനേ എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനേ എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ എന്നനുഭൂതിതൻ സ്വർണതലങ്ങളാൽ നിൻമോഹപുഷ്പകം അലങ്കരിക്കാം എന്നനുഭൂതിതൻ സ്വർണതലങ്ങളാൽ മോഹപുഷ്പകം അലങ്കരിക്കാം നിന്യാഗമണ്ഡപ യാഗാഗ്നി തന്നിലെ ചന്ദനധൂമമായി ഞാനുണരാം എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനേ
മന്ദസമീരനാൽ നിഞ്ചാലകങ്ങളെ തൊട്ടുണർത്താ സുന്ദരവാസന്ത മന്ദസമീരനാൽ നിഞ്ചാലകങ്ങളെ തൊട്ടുണർത്താ പൂമിഴിത്താമര പൂവിതൾ തുമ്പിലെ പൂമൊത്തൊരുമയാലൊപ്പിയേക്കാം എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെന്നും. The next item is actually a song by the Shruti Academy from New Jersey. They will be singing Minni Tilangunna. The singers are Akshay, Sarali, Joshua, Ruben, Leanne, Jeffy, Elizabeth, Jocelyn, Tiffany, Tessia, Aditya, Sneha, Santosh, and Thomas Abraham.
രാജാധിരാജൻ ജാതനായി രാജാധിരാജൻ ജാതനായി. ശ്രീ നിലമ്പൂർ കാർത്തികേയൻ ആ അനുഗ്രഹീത കലാകാരനെ മാതാപിതാക്കളുടെ സ്നേഹോപകാരം സ്വീകരിക്കുന്നതിന് കുടുംബത്തോടൊപ്പം ഈ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളട്ടെ. നമ്മൾ മാസ്റ്റർക്ക് ഒരു പ്ലാക്ക് കൊടുക്കുകയാണ്. അതിലെഴുതിയിരിക്കുന്നത് വായിക്കാം. പ്രസൻറ്റഡ് ടു ഗാനപ്രവീൺ ശ്രീ നിലമ്പൂർ കാർത്തികേയൻ in appreciation for your years of outstanding service to the students of Pallavi Sangeethalaya, Long Island, New York. Your commitment and dedication in teaching keyboard and South Indian music is greatly valued by all of us. Friends and families of Pallavi Sangeethalaya, January 28, 2012. I said Pallavi School of Music, but after seeing all the performances today, I don't think it's a school of music. I think it's more a Pallavi family of music. Because that's how everyone here is, everybody is so close with each other. The kids are friends, the parents are all together, everyone is standing together, and that's the strength in the unity. So let's give everybody a big round of applause, the children as well as their parents. Now we have moved into the last segment of our program. Before we come to an end, once again, I would like to thank the grand sponsor, American Cargo Line Inc., and the co-sponsor, NutraCare, for... Without them, this would not have been possible, everyone. So please, let's give everybody a big round of applause. I don't understand. See, sponsors, whoever it is, they are sponsors, They were a big part of making this program and evening a grand success. And I thank everyone so respectfully. Now, I request Karthikeyan Master to come onto the stage to deliver the word of thanks. Thank you. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതുപോലൊരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ അവതരിപ്പിച്ചത്. സമയം കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇരട്ടി നല്ല പ്രോഗ്രാം നടത്താൻ പറ്റും എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഏതായാലും ഇത് നിങ്ങളെ നന്നായി ആസ്വദിച്ചു എന്ന് നിങ്ങളുടെ കയ്യടിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും, ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യം ഞാൻ നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്റ്റേജ് വളരെ താഴെയായിരുന്നു. നമ്മുടെ പരിപാടിക്ക് വേണ്ടിയാണ് അത് പൊക്കി ഇതുപോലെ ആക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ സ്റ്റേജിൻ്റെ ഉദ്ഘാടനവും കൂടിയാണിന്ന്. അതെനിക്ക് വളരെ സന്തോഷവും തരുന്നതാണ്. ശ്രീ പാസ്റ്റർ വർക്കി, അദ്ദേഹത്തിൻ്റെ മോൻ ജസ്റ്റിൻ, അദ്ദേഹമാണ് സൗണ്ട് എഞ്ചിനീയറും ഇതിൻ്റെ നിർമ്മാതാവും. അവർക്കെല്ലാം വളരെയധികം എത്ര നന്ദി പറഞ്ഞാലും, ഇന്ന് വൈകുന്നേരമാണ് ഇതിൻ്റെ പണിയെല്ലാം ഒരുവിധം തീർന്നത്, മുഴുവൻ തീർന്നിട്ടില്ല, ഇത്രയാക്കി തന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അടുത്തതായി കുഞ്ഞുങ്ങൾ, ഇത്രയും നല്ല ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നല്ല പരിപാടി അവതരിപ്പിച്ച് നിങ്ങളെ രസിപ്പിച്ചു. അവർക്കെല്ലാം എൻ്റെ നന്ദി. വളരെ ദൂരെ നിന്നും ന്യൂജേഴ്സി, റോക്ക്ലാൻഡ് കൗണ്ടി, അവിടെ നിന്നൊക്കെ വന്ന് ഈ പരിപാടി വിജയിപ്പിച്ച
കുട്ടികളുണ്ട്. എല്ലാവർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ പ്രത്യേകം നന്ദി. അത് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള, പേര് എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും വളരെയധികം എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ MC ആയിട്ട് വന്നത് പൊക്കമുള്ള ആള് രേവതി, പൊക്കം കുറഞ്ഞ ആള് ബബിത. ഈ രണ്ട് സുന്ദരികൾക്കും യുവസുന്ദരികൾക്കും എൻ്റെ പ്രത്യേകം നന്ദി. ഈ പരിപാടി വിജയിപ്പിക്കണമെങ്കിൽ അതിന് പല ഘടകങ്ങളുണ്ട്. അപ്പം MC അതൊരു പ്രധാന ഘടകമാണ്. താങ്ക് യു. പിന്നെ നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ആഹാരമുണ്ട്. അതിനൊരു പേരൻസ് തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവർ അത് സംഘടിപ്പിച്ചു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവർക്ക് എൻ്റെ നന്ദി. പിന്നെ ഇത്രയും 2 ആഴ്ച 3 ആഴ്ചയായിട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരാളുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. ആളെ ഞാൻ പറയുന്നില്ല. ഒരു പ്രോഗ്രാം ഏറ്റാൽ മതിയോ? നിങ്ങൾക്കൊരു ചൂടുമില്ല. എൻ്റെ പേരെങ്ങാനും പറഞ്ഞേക്കരുത്. സുലേഖ. പിന്നെ നാടൻ ഒരു ഇൻസ്ട്രുമെൻ്റ്, നമ്മുടെ കേരളത്തിൻ്റെ തനി ഒരു വാദ്യമായിട്ടുള്ള എടയ്ക്ക, അത് ശ്രീ രമേശൻ ഇവിടെ അതിമനോഹരമായി അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് എൻ്റെ നന്ദി. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഭജൻസ് എല്ലാം വായിക്കാറുണ്ട്. അതിമനോഹരമായിട്ട് ഇടയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നന്ദി. ഇവിടെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സരിഗമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടി അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കൊട്ടും. ഞാൻ ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഈ കുട്ടിയെ തബല പഠിപ്പിക്കണം. സംഗീത ടീച്ചറാണ് പറയുന്നത്, തബല പഠിപ്പിക്കണം. അതുപോലെ ചെയ്തു. ആ കുട്ടി ഇപ്പം നല്ല തബലിസ്റ്റായി മാറിയിരിക്കുന്നു, ശ്രീകുട്ടി. പക്ഷെ ആളിപ്പോഴും ശ്രീകുട്ടിയാണ്. അതുപോലെ വാഷിങ്ടണിൽ നിന്ന് വന്ന എൻ്റെ ശിഷ്യ, പ്രൊഫഷണൽ ഗായികയായിട്ടും ഇപ്പോഴും ആ ശിഷ്യത്വം നിലനിർത്തുന്ന ഒരു ആളാണ്. പ്രത്യേകം അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഇതിൽ സംബന്ധിച്ചതിൽ നന്ദി. പിന്നെ ഈ വീഡിയോ എടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാവർക്കും, പേര് എനിക്ക് അറിയില്ല, പേര് പറയാമോ? മാത്യു. പിന്നെ പാസ്റ്ററിൻ്റെ മകൻ ബിനു, പിന്നെ പാസ്റ്റർ വർക്കി സാറും ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചു. എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി. പിന്നെ അദ്ദേഹം ബിനു അദ്ദേഹത്തിനും കൈരളി TV എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഞാൻ അടുത്ത പ്രാവശ്യം ഒരു ആനിവേഴ്സറി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിലും നല്ല ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ദൈവം എന്നെ പ്രാപ്തനാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.